പാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവില് മീനാക്ഷിയുടെ ചോദ്യത്തിന് മുന്നിൽ അടിപതറി നിൽക്കുവാണ് സുകന്യയും അനുശ്രീയും. എന്തും മറുപടി പറയണമെന്നറിയില്ല. കാരണം മീനാക്ഷിയോട് ആദ്യം സുകന്യ പറഞ്ഞത് വേറൊരു പേരായിരുന്നു, അനുശ്രീയുടെ കൂട്ടുകാരുടെ പേര്. അപ്പൊ ആ കൂട്ടുകാരിയുടെ ബർത്ത്ഡേക്ക് പോയെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എങ്കിൽ ഇപ്പൊ പേര് ചോദിച്ചു കഴിഞ്ഞപ്പോ പറയുന്ന നിള എന്നുള്ള പേരാ. ആദ്യം മീനാക്ഷിയോട് പറഞ്ഞ നീന എന്നുള്ള പേരായിരുന്നു. അത് മീനാക്ഷിയുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുവാണല്ലോ. പിന്നീട് അനുശ്രീയോട് പറഞ്ഞു, അനുശ്രീ നിന്റെ കൂട്ടുകാരുടെ പേര് മാറിപ്പോയല്ലോ. സുകന്യേച്ചി എന്നോട് പറഞ്ഞ വേറൊരു പേരായിരുന്നല്ലോ. അല്ല നീയെ പറഞ്ഞാലും മതി, ശരിക്കുള്ള പേരെന്താന്ന്. അനുശ്രീക്ക് വല്ലാത്തൊരു പതർച്ച ഉണ്ടായി. എന്തു പറയണമെന്ന് അറിയില്ല. അപ്പോഴേക്കും അനുശ്രീ പറഞ്ഞു, അല്ല ചേച്ചി അത് അങ്ങനെ തന്നെയാ, നിള എന്ന് തന്നെയാ പേര്. ആ സമയം സുകന്യ പറഞ്ഞു, അതെ മീനാക്ഷിക്ക് തെറ്റിയതായിരിക്കും, മീനാക്ഷി കേട്ടതിന്റെ ആയിരിക്കും എന്ന് പറഞ്ഞു. എന്റെ ചെവിക്ക് കേൾവിക്കുറവൊന്നുമില്ല, ഞാൻ നീനെന്ന് തന്നെ കേട്ടേന്ന് പറഞ്ഞു. നീനെന്നാ എന്നോട് ആദ്യം പേര് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുകന്യക്ക് മനസ്സിലായി താൻ പറഞ്ഞ പേര് നീനെന്നായിരുന്നു. പെട്ടെന്ന് വെപ്രാളപ്പെട്ട് പറഞ്ഞുകൊണ്ട് നീളയായി മാറിയതാ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആകെപ്പാടൊരു ബുദ്ധിമുട്ട്. അപ്പോഴേക്കും ഗോമതി അങ്ങോട്ട് വന്നു. ഗോമതി വന്നിട്ട് ചോദിച്ചു, അല്ല അനുമോളെ നിങ്ങൾ ഇത് എത്ര സമയം എവിടെയായിരുന്നു ചോദിച്ചു. അപ്പോഴേക്കും സുകന്യ പറഞ്ഞു, അത് പിന്നെ ഗോമതി ചേച്ചി കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അനുമോളുടെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആയിരുന്നു, അതിന് പോയെന്ന് പറഞ്ഞു. ഫ്രണ്ടിന്റെ ഏത് ഫ്രണ്ടിന്റെ? ഗോമതി സംശയത്തോടു കൂടി അനുവിനെ നോക്കാണ്. അത് പിന്നെ അവളുടെ ഫ്രണ്ടിന്റെ പേര് നീളാന്നാന്ന് പറഞ്ഞു. അല്ല അങ്ങനെ ഒരു പേരിന് ഞാനിതിൽ ഇതിനു മുമ്പ് കേട്ടിട്ടില്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അടുത്തോട് പറഞ്ഞു, അതിന് എന്റെ എല്ലാ ഫ്രണ്ട്സിനെ അമ്മയ്ക്ക് അറിയാവോ? ഒരുമാതിരിപ്പെട്ട എല്ലാരും തന്നെ എനിക്കറിയാം. അല്ല ഈ കാര്യം നീ എന്നോട് എന്താ പറയാതിരുന്നേ? പോകുന്നതിന് മുമ്പ് നീ എന്നോട് ചോദിച്ചോ? അത് പിന്നെ ഞാൻ പെട്ടെന്ന് ആ കാര്യം ഓർത്തെ. എന്നാലും അങ്ങനെയല്ലല്ലോ, ഒന്ന് ചോദിച്ചിട്ട് വേണ്ടേ പോകാനോ? ഒന്നെങ്കിൽ എന്നോട് ചോദിക്കണം, അല്ലെങ്കിൽ അച്ഛനോട് ചോദിക്കണം. അപ്പോഴേക്ക് സുകന്യ പറഞ്ഞു, അതെന്താ ഗോമതി ചേച്ചി അങ്ങനെ പറയണേ? അനുമോൾ എന്നോടൊപ്പം അല്ലേ വന്നേ, ഗോമതി ചേച്ചിക്ക് എന്നെ അപ്പൊ വിശ്വാസം ഇല്ലേന്ന് ചോദിച്ചു. അത് സുകന്യ നിന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല, ബാലേട്ടൻ അറിഞ്ഞിട്ടുണ്ടെ വെറുതെ വഴക്ക് പറയും. ഓ അങ്ങനെയാണോ? എന്നാ ബാലേട്ടൻ വരുമ്പോൾ ചോദിച്ചിട്ട് തന്നെ കാര്യം, എന്നോടൊപ്പം വന്നിട്ടുണ്ടെ വഴക്ക് പറയുമെന്ന്. അല്ല സുകന്യയോടൊപ്പം വന്നേനല്ല, ഇങ്ങനെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാൻ പോകുന്നേനെ. അപ്പോഴേക്കും മീനാക്ഷി ചോദിച്ചു, അല്ല ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുത്തില്ലെന്ന് ചോദിച്ചു. പെട്ടുപോയി. അപ്പോഴേക്കും പിടിച്ചിരിക്കാനായിട്ട് കള്ളത്തരം പറയുന്നുണ്ട് അനുസരി. അത് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് തന്നെ തിരിച്ചു പോരണ്ടോണ്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അല്ല ഇത് എവിടെയാ ബർത്ത്ഡേക്ക് പോയത്, സ്ഥലപ്പേര് എവിടെയാന്നൊക്കെ ചോദിക്കുക. ഇങ്ങനെ ചോദിച്ചേണ്ട സമയത്ത് സുകന്യ പറഞ്ഞു, ഇതെന്താ മീനാക്ഷി ഇതുപോലെ ചോദ്യം ചെയ്യുന്നേ? അനുസരിയെ വിശ്വാസം ഇല്ലാത്ത പോലെ എന്റെ കൂടെ അല്ലേ അവള് വന്നേ? സുകന്യേച്ചിയുടെ കൂടെയൊക്കെ തന്നെയാ വന്നത്, പക്ഷെ അങ്ങനെയല്ലല്ലോ, ചോദിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചോദിക്കണ്ടേ? പ്രായം കഴിഞ്ഞൊരു പെൺകുട്ടിയല്ലേ, എവിടെ പോയി എന്ത് ചെയ്യുന്നൊക്കെ. ഓ ഇത്രയ്ക്ക് മീനാക്ഷിക്ക് അനുസരിയുടെ കാര്യത്തില് ചൂണ്ടോന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, മീനാക്ഷി പറഞ്ഞു 100% ശരിയാ, എവിടെ പോയി എവിടെയാ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ. സുകന്യ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല, അത് സുകന്യ കൂടെ പോകണം പ്രശ്നമില്ലായിരുന്നു, സുകന്യ കൂടെ പോയില്ലല്ലോ. അപ്പോഴേക്കും സുകന്യ പറഞ്ഞു, അത് പിന്നെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഇങ്ങനെയാ പോന്നെ, അതും അനുമോളുടെ, അതുകൊണ്ട് ഞാൻ പോയില്ല എന്ന് പറഞ്ഞു. അതാ പറഞ്ഞത്, അതൊക്കെ നമ്മൾ അന്വേഷിച്ചിരിക്കണ്ടേ. സുകന്യ കൂടെ പോവായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയൊന്നും ചോദിക്കില്ലായിരുന്നു പറഞ്ഞു. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുണ്ടായിരുന്നുള്ളൂ അനുമോൾക്ക്. പെട്ടെന്ന് അനുമോള് പറഞ്ഞു, അതെ ഞാൻ മുറിയിലേക്ക് പോട്ടെ, ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിട്ടെ എന്ന് പറഞ്ഞ് മുറിയിലേക്ക് കയറിപ്പോയി. സുകന്യം പോവാണ്. ഗോമതി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി ശ്രീദേവിയോട് പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ശ്രീദേവി ചേച്ചി കള്ളത്തരം ഉണ്ടെന്ന്. ആദ്യം എന്നോട് പറഞ്ഞ ഫ്രണ്ടിന്റെ പേര് നീനാന്നാണ്, ഇപ്പൊ പറയുന്നത് നിളയെന്നാണ്. അപ്പൊ അതിൽ നിന്നൊരു കാര്യം വ്യക്തമാകാം, വേറെന്തോ ഒരു കള്ളത്തരമുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രീദേവി പറഞ്ഞു, എനിക്കും തോന്നി. അനുമോളുടെ മുഖത്തെ ആ പതർച്ചയൊക്കെ ശ്രദ്ധിച്ചായിരുന്നോ? പക്ഷെ കള്ളത്തരം എന്താന്ന് മാത്രം അറിയില്ല. അത് ശരിയാ, സുകന്യേച്ചി എന്തോ ഒരു കാര്യത്തിന് കൂട്ടു നിൽക്കുന്നുണ്ട്, അതെന്താന്ന് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. സാരമില്ല, അധികം വൈകാതെ തന്നെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു. പിന്നീട് മീനാക്ഷി നേരെ സുകന്യയുടെ മുറിയിലേക്ക് ചെന്നു. സുകന്യയുടെ മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സുകന്യക്ക് ഭയങ്കര പെപ്പറാളായി മീനാക്ഷിയെ കണ്ടു കഴിഞ്ഞപ്പോ ഇനി എന്തിനായിരിക്കും ഇവള് വന്നതെന്നൊരു ചിന്തയായിരുന്നു. ആ സമയത്ത് മീനാക്ഷി എന്നിട്ട് ചോദിച്ചു, സത്യം പറ സുകന്യേച്ചി, ഞാൻ വന്നു കഴിഞ്ഞപ്പോ ഓടിയത് അനുമോളല്ലായിരുന്നോ എന്ന് ചോദിച്ചു. അതെ ഞാൻ തന്നെ കള്ളത്തരം പറയണേ? കള്ളത്തരം പറയുന്ന ആരാ എന്താന്നൊക്കെ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ സുകന്യ പറഞ്ഞു, മീനാക്ഷി നിന്റെ മനസ്സിലൊരു വിശ്വാസമുണ്ട്, അനുമോളാണ് ഓടിയെന്ന്, അതുകൊണ്ട് അത് സ്ഥാപിക്കാൻ വേണ്ടിയല്ല നീ ഇങ്ങോട്ടേക്ക് വന്നേ, അതെന്താണെന്ന് നടക്കത്തില്ല എന്ന് പറഞ്ഞു.
അത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു, എനിക്കും അറിയാം, സുകന്യേച്ചിക്കും അറിയാം സത്യാവസ്ഥ എന്താന്ന്. പിന്നെ സുകന്യേച്ചി എന്നോട് മറച്ചു വെക്കാൻ നോക്കണ്ട. കള്ളത്തരം എപ്പോഴാണെങ്കിലും പിടിക്കപ്പെടുമെന്ന് പറഞ്ഞു. അതറിയാൻ പിടിക്കപ്പെടുമെന്ന്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലുവേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഇത്തിരി ബുദ്ധിയുള്ളവരാന്ന് വിചാരിക്കണം. അതുകൊണ്ട് പെട്ടെന്നൊന്നും പിടിക്കപ്പെടില്ല എന്ന് പറഞ്ഞു. മീനാക്ഷിയോട് നോക്കാം, ആർക്കാ ബുദ്ധി കൂടുതലുള്ളതെന്ന് നോക്കാന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുകന്യ പറഞ്ഞു, അങ്ങനെ കള്ളത്തരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ മീനാക്ഷി അങ്ങോട്ട് കണ്ടുപിടിക്കുക, നമുക്ക് കാണാലോ എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷിയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. മീനാക്ഷി വിട്ടുകൊടുത്തില്ല. മീനാക്ഷി പറഞ്ഞു, ആയിക്കോട്ടെ, ഇന്ന് എന്താണെങ്കിലും അനുസരി പോയത് പിന്നെ ബർത്ത്ഡേക്കൊന്നും അല്ലെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷേങ്കിൽ വേറെന്തോ കാര്യത്തിനാ, അല്ലെങ്കിൽ ആ ഓടിയത് അന്റിമോള് തന്നെയായിരിക്കും, അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. എത്രയൊക്കെ മൂടി വെക്കാൻ ശ്രമിച്ചാലും ഞാനത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടാണ് മീനാക്ഷി അങ്ങോട്ട് പോകുന്നത്. സുകന്യക്ക് ടെൻഷനായി. ഇവളെങ്ങാനും കണ്ടുപിടിക്കുമോ? ഇല്ലായിരിക്കും, എങ്ങനെ കണ്ടുപിടിക്കാനാ? ഇനിയിപ്പം കണ്ടുപിടിച്ചാലും തനിക്ക് എന്താ എന്നൊരു ചിന്തയായിരുന്നു. ലോകം അനുസരിച്ചും കൂടെ പ്രണയിക്കുന്നതിന് തനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവർ പ്രേമിക്കുവോ കല്യാണം കഴിക്കുവോ എന്ത് വേണം ചെയ്യട്ടെ എന്നൊരു ചിന്തയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ രാജശ്രീ വിളിക്കുന്നുണ്ട് സുകന്യെ. അങ്ങോട്ടേക്ക് ചെല്ലാനും പറഞ്ഞുകൊണ്ട് അങ്ങനെ സുകന്യ അങ്ങോട്ടേക്ക് പോവാണ്. സുകന്യ എന്ന് കഴിഞ്ഞപ്പോൾ തന്നെ രാജശ്രീ ചോദിച്ചു, എന്താ സുകന്യ, നിന്നിപ്പോൾ കാണാൻ പോലും ഇല്ലല്ലോ, 10 ലക്ഷം രൂപയെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട്. അപ്പോഴേക്കും സുകന്യ പറഞ്ഞു, എൻ്റെ ചേച്ചി സമയം കിട്ടണ്ടേ, 100 പ്രശ്നങ്ങളാന്ന് പറഞ്ഞു. എന്ത് പ്രശ്നങ്ങൾ? ഇന്ന് തന്നെ ഞാൻ അനുസരയും കൊണ്ട് അലോകിനെ കാണാൻ പോയതാന്ന് പറഞ്ഞു. അലോകിനെയോ? അനുസരി അലോകിനും തമ്മിൽ കണ്ട് സംസാരിച്ചോ? പിന്നല്ലാതെ എത്രയും പെട്ടെന്ന് അവർ തമ്മിലുള്ള കല്യാണം നടത്തണമെന്ന് പറഞ്ഞു. കല്യാണോ? അതെ. ഇനി ഇതെങ്ങനെ വെച്ച് താമസിപ്പിച്ചുകൂടാ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മീനാക്ഷി ആ വീട്ടിൽ നിന്ന് ഓടിക്കണം. മീനാക്ഷി അവിടെ ഉണ്ട്, ഒന്നും കാര്യങ്ങളും നടക്കില്ല. ഇനി ഞങ്ങൾ പുറത്തു പോയ സമയത്ത് മീനാക്ഷി അങ്ങോട്ടേക്ക് വന്നു. അവൾക്ക് സംശയമായിരുന്നു, കഷ്ടിച്ചാ രക്ഷപ്പെട്ടെ. പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ പറയണം. ഞാൻ ഇതൊക്കെ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാവോ? രാശ്രീ ചേച്ചി കൂടെ വേണ്ടിയിട്ടാ. ഒന്നാമത് അവരുടെ രണ്ടുപേരുടെ വിവാഹം നടക്കണം, മീനാക്ഷി ആ വീട്ടിൽ നിന്ന് ഓടിക്കണം. പിന്നെ നടക്കുന്ന കാര്യം, കോമതി ചേച്ചിയുടെ കയ്യിൽ നിന്ന് ആ സ്വത്തുക്കളൊക്കെ തിരിച്ച് രാജശ്രീ ചേച്ചിയുടെ അതുപോലെ അലോകിന്റെ ഒക്കെ പേരിലേക്ക് എഴുതി മേടിക്കണം. അതൊന്നും എത്ര എളുപ്പം നടക്കുന്ന കാര്യമില്ല, അതിനെ കുറച്ച് സാവകാശം വേണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജശ്രീ പറഞ്ഞു, അല്ല സുകന്യെ, ഇതൊക്കെ പെട്ടെന്ന് തന്നെ നടക്കുന്ന കാര്യമാണോ? ചേച്ചി ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കുക, കുറച്ച് സാവകാശം തന്നല്ലേ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോഴേക്കും രാജശ്രീ, എന്നാ ശരി, നീ ഇവിടെ ഇരിക്കുക സുകന്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി AC ഓണാക്കുവാണ്. ഇതോടെ നീ പറ, എനിക്കാണ് ആകെ പഴയ ടെൻഷൻ ആവുന്നുണ്ട്. എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹം. അലോകിന്റെ പേർക്ക് ഈ വീട് സ്ഥലമൊക്കെ എഴുതി കിട്ടുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമല്ലേ? അതെ, അതിനത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ? അതിനേക്ക് കുറച്ച് പൈസയും കൂടെ വേണ്ടി വരും എന്ന് പറഞ്ഞു. ഇനിയും പൈസയോ? അതെ, കിട്ടിയതൊന്നും പോരാ, കുറച്ച് പൈസയും കൂടെ ആവശ്യമായിട്ട് വരും. അപ്പൊ ചേച്ചി അത് തരില്ലെന്ന് ചോദിച്ചു. അപ്പോഴേക്കും രാജശ്രീ പറഞ്ഞു, നീ എന്താ സുകന്യ ഇങ്ങനെ പറയണേ? എന്താ പണം കഴിക്കുന്ന മരം വലുതുണ്ടോ? പറയുമ്പോൾ പറയും പൈസ എടുത്ത് തരാനായിട്ട്. അതെ, എനിക്ക് അർഹതപ്പെട്ടാ ഞാൻ ചോദിക്കുന്നേ. എനിക്ക് പൈസ കിട്ടിയാൽ മതിയാവുള്ളൂ. അറിയാലോ, പകുതി സ്വത്തുക്കളെ എനിക്ക് തരാന്ന് പറഞ്ഞിരിക്കുന്നേ. ഇനി അത് തന്നു കഴിയുമ്പോൾ അത് കുറച്ച് പൈസ എനിക്ക് തന്നാൽ മതി, എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എനിക്ക് തരാന്ന് പറഞ്ഞ പൈസ തരണമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് രാത്രി പറഞ്ഞു, 10 ലക്ഷം രൂപ തന്നായിരുന്നല്ലോ, അത് പോരാ, ഈ കാര്യങ്ങളൊക്കെ നടക്കണേ കുറച്ച് പൈസയും കൂടെ ഇപ്പൊ വേണം, എങ്കിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇവള് പാരയായല്ലോ എന്നൊരു ചിന്തയൊക്കെ രാജശ്രീയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. രാജശ്രീ പറഞ്ഞു, സുകന്യ, ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് ഇന്ദിരാമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. ഇന്ദിരാമ്മ വന്നു കഴിഞ്ഞപ്പോൾ ഇവര് ഭയങ്കര സംസാരമാണ്. ഇന്ദിരാമ്മ കുറച്ചൊക്കെ കേൾക്കുവാണ് അവർ തമ്മിലുള്ള സംസാരം. അതിൽ നിന്ന് പല രഹസ്യങ്ങളും ഇന്ദിരാമ്മ മനസ്സിലാക്കുന്നുണ്ട്, ഇവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്താന്നൊക്കെ. അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്ദിരാമ്മയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.